ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മൾ പ്രീ സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ അവരോട് പെരുമാറുന്ന പെരുമാറ്റത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. നമ്മോടൊരാൾ ഒരു കാര്യം പറഞ്ഞു, നമ്മളത് ഭംഗിയായി ചെയ്തു കൊടുത്തു. ആ ചെയ്തു കൊടുത്തതിന് ശേഷം അയാൾ നമ്മളോട് മിണ്ടുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല, നന്ദി പറയുന്നില്ല. അയാൾ ആ കാര്യത്തിൽ നമ്മളോട് ഒരു പ്രതികരണവും പ്രതികരിക്കുന്നില്ല. രണ്ടാമത് അയാൾ വന്നൊരു കാര്യം പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് എന്താണ് ഓടി വരിക? അയാൾ അന്നു ചെയ്തത് ശരിയായില്ല, ഞാൻ അത്രയും പ്രയാസപ്പെട്ട കാര്യം ചെയ്തിട്ട് അയാൾക്കത് വേണ്ടത്ര ഡീല് ചെയ്യാൻ പറ്റിയില്ല. ഒരാൾ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു നന്ദി വാക്ക് പോലും പറയാൻ കഴിയാത്ത ആൾക്ക് ഇനി ഞാൻ എന്ത് ചെയ്തു കൊടുക്കണം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നതിൽ നമ്മളെ കുറ്റം പറയാൻ കഴിയുമോ? ഇല്ലല്ലോ. അതേപോലെ തന്നെ 5 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി ഒരു നന്മ ചെയ്യുമ്പോൾ ഒരു തംസപ്പ് കൊടുക്കാനോ ഒരു ചിരി കൊടുക്കാനോ എൻ്റെ മോൻ നല്ല കുട്ടിയാണ് എന്ന് പറയാനോ, നീ അത് പറഞ്ഞത് സാന്ദർഭികമായി, നീ ഇത് ചെയ്തത് സാന്ദർഭികമായി, നീ അങ്ങനെ ചെയ്തപ്പോൾ ഉമ്മക്ക് സന്തോഷമായി, ആഹ്ലാദമായി, സമാധാനമായി എന്നൊക്കെ നാവനക്കി കയ്യനക്കി അടുത്ത് ചെന്നൊന്ന് ഹഗ് ചെയ്ത് പറയാൻ നമ്മൾ കാണിക്കുന്ന പിശുക്ക് കുട്ടികളെ നന്മയിൽ നിന്ന് തടയുകയും നന്മ ചെയ്യാനുള്ള പ്രചോദനത്തെ നഷ്ടപ്പെടുത്തുകയും അവർ ആ നന്മ ചെയ്യുന്നതിന് പകരം അവിടെ തിന്മ ചെയ്യാൻ കാരണമാവുകയും ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത്, കുട്ടിയിലുള്ള 20% നല്ല ശീലത്തെ വെള്ളമൊഴിച്ച് വളം കൊടുത്ത് പ്രോത്സാഹിപ്പിച്ച് വളർത്തിയാൽ കുട്ടിയുടെ 80% നെഗറ്റീവിനെ ഇല്ലാണ്ടാക്കി അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് നെഗറ്റീവിനെ 40-20% മാറ്റുകയും പോസിറ്റീവിനെ ഒരു 80% ഉയർത്തുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രശംസയിലൂടെ അവൻ ചെയ്ത ത്യാഗത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവൻ പറഞ്ഞ കാര്യങ്ങളെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചുകൊണ്ട് വീണ്ടും 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 നന്മയാണ്, നന്മ മരമാണ്, നല്ല കുട്ടിയാണ് എന്നവനെക്കുറിച്ച് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ ആ കുട്ടിക്കൊരിക്കലും ഒരു ചീത്ത കുട്ടിയുടെ സ്വഭാവം പുറത്തെടുക്കാൻ സാധിക്കുകയില്ല. ഒരാളെ ചീത്തയാക്കുന്നത് അവൻ ചീത്തയാണ്, അവൾ ചീത്തയാണ് എന്ന അഭിപ്രായമാണ് യഥാർത്ഥത്തിൽ ഒരാളെ ചീത്തത്വത്തിലേക്ക് എത്തിക്കുന്നത്. ഒരാളെ നല്ല കുട്ടിയാക്കുന്നത് അവന് നല്ല മനസ്സാണ്, എല്ലാവരെയും സഹായിക്കുന്ന മനസ്സാണ് എന്നൊക്കെ പറയുമ്പോൾ ആരെക്കുറിച്ചാണോ പറയുന്നത് അവർക്കുള്ളിലുണ്ടാകുന്ന ഉൾപ്പുളകം, സന്തോഷം, ആഹ്ലാദം എത്രത്തോളമായിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നന്മയുടെ മാധുര്യത്തെ ധാരാളമായി കുട്ടികൾക്ക് നൽകുകയും നന്മയുടെ ആ ഒരു വഴിയിലേക്ക് കുട്ടികളെ കൊണ്ടുവരികയും ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. നന്മയിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുക ഇബ്ലീസിൻ്റെ വഴിയിലൂടെയാണ്. ഏത് കാര്യവും തീരുമാനിക്കപ്പെടേണ്ടത് വഹി അനുസരിച്ചാണ്. ഖുർആനും സുന്നത്തും അനുസരിച്ച് എല്ലാറ്റിനും പരിഹാരം അതിലുണ്ട്. ആ പരിഹാരത്തെ തേടുമ്പോൾ നമ്മളെ ലോജിക്ക് മാറ്റി വെക്കേണ്ടി വരും, എന്നിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. ഇങ്ങനെ നന്മ ചെയ്യുമ്പോൾ അവരെ പ്രശംസിക്കാനും പ്രോത്സാഹിപ്പിക്കാനും സഹായം വാഗ്ദാനം ചെയ്യാനും
സന്തോഷിക്കാനുമൊക്കെ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഫലം വളരെ വലുതായിരിക്കും. കുട്ടി ചെയ്യാത്തത് എടുത്തു പറഞ്ഞ് ചൊറിയുന്നതിന് പകരം ചെയ്തത് എടുത്തു പറഞ്ഞ് സന്തോഷിക്കുമ്പോൾ വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ള പ്രചോദനം അല്ലെങ്കിൽ പ്രചോദിതമായ മനസ്സ് ഒരാൾക്കുണ്ടായിരിക്കും. ആ മനസ്സിനെ വാർത്തെടുക്കുകയും ആ മനസ്സിനെ വിപുലീകരിക്കുകയും ആ മനസ്സിനെ ജീവിത പാഥേയത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്ത് എല്ലാവരും ചെയ്യുന്ന ചെറിയ ത്യാഗങ്ങളെപ്പോലും വലിയ ത്യാഗങ്ങളെന്ന് വിചാരിച്ച് അൽഹംദുലില്ലാഹ് പറയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് നന്മയുടെ പുതുശീലങ്ങളെ നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക. നമ്മൾ സ്ഥിരം പറയുന്ന ഒരു കാര്യം അവർ അനുസരിക്കുന്നില്ലെങ്കിൽ ഒരാഴ്ചയെങ്കിലും നമ്മളത് സ്ഥിരം പറയാതിരിക്കുക എന്നൊരു കാഴ്ചപ്പാടിലേക്ക് വരികയും പറയാതിരിക്കുമ്പോൾ നമ്മൾ നിർദ്ദേശിച്ച കാര്യം അതേപോലെ ചെയ്യാനുള്ള ഉത്സാഹം കൂടും എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ഏതായിരുന്നാലും നന്മ എവിടെ കണ്ടാലും അതിനെ പ്രോത്സാഹിപ്പിക്കുവാനും അത് പുറത്തു കൊണ്ടുവരുവാനും ആ ഒരു നന്മയിൽ സന്തോഷിക്കാനുമുള്ള വേളകളെ നമ്മൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.